വീട്ടുകാരൻ ധ്യാനത്തിന് ഇവിടെ വന്ന് 1-ാം ദിവസം എന്റെ മുമ്പിൽ പറഞ്ഞു, അച്ഛാ ദേ ഇത്രത്തോളം അവനെ കുറിച്ച് എന്നെ പറയാ, അച്ഛാ ഇത്രത്തോളം എരണം കെട്ട ഒരുത്തൻ അച്ഛൻ കണ്ടിട്ടുണ്ടാവില്ല. ദേ ഞാൻ ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ നിന്നെ കുറിച്ച് പറയണത്? എന്നെ കുറിച്ച് എന്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ പറയണത് അങ്ങനെയാ അച്ഛാ. എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. ഞാൻ പറഞ്ഞു, നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നത്തില്ലല്ലോ. അത് ശരിയാ, പുറമേ കണ്ടാൽ തോന്നത്തില്ല. പക്ഷെ എന്റെ അവസ്ഥ എങ്ങനെ അച്ഛാ? ഒരു ഭാഗ്യവും ഇല്ലാത്തൊരവസ്ഥ. എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ. ചിന്തിക്കുന്നുണ്ടാവും ചിലര്, ഇല്ലേ? ചിലരുടെ ഉള്ളിൽ വല്ലാത്തൊരു തിങ്ങലും വിമ്മലൊക്കെ ഉണ്ടാവും. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ഒരു ഭാഗ്യവുമില്ല, ഒരു കഴിവുമില്ല. എന്തിനാ എന്റെ ജീവിതം? ഞാനിങ്ങനെ വല്ലവർക്കും വേണ്ടി വെച്ച് വിളമ്പി തീരാനുള്ള ഒരു ജീവിതം. എന്റെ ജീവിതം കൊണ്ട് എന്താ മെച്ചം? എന്നാൽ നീ ഓർക്കണം, നീ നിന്നെ തന്നെ ഭാഗ്യക്കേടെന്നും എരണം കെട്ടവനെന്നൊക്കെ നീ നിന്നോട് തന്നെ പറയുമ്പോൾ നിന്റെ നെറ്റിയില് കർത്താവ് ഒരു കാര്യം കുറിച്ചു വെക്കുന്നു. നീ ഒരു പുതിയ സൃഷ്ടിയാണ്. നീ പഴയ ജീവിത അവസ്ഥയിൽ നിന്ന് പുറത്തു വന്നാൽ, യേശുവിന്റെ കണ്ണുകളിലൂടെ കാര്യങ്ങൾ കാണാൻ ശ്രമിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ ഗതി മാറും. വലതുകരം ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നെ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് പിടിച്ച് കണ്ണുകളടച്ച് ഓരോരുത്തരും വിശ്വസിക്കണം, നിന്റെ ജീവിതത്തിൽ ഭാഗ്യപ്പെട്ട ചില അനുഭവങ്ങളിലൂടെ കർത്താവ് നയിക്കുകയാണ്. ഒരുപക്ഷെ നീ നിന്നോട് തന്നെ ചിന്തിക്കും, ഭാഗ്യമില്ലാത്ത ജീവിതം, ഈ ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ ഞാൻ പിറന്നല്ലോ, എന്റെ കുടുംബാവസ്ഥ അത്രമേൽ ഭാഗ്യമില്ലാത്തതാണ്, ഒരു നന്മയുമില്ലാത്തൊരു വീടാണ്, എന്റെ വീട്ടിലെ ദാരിദ്ര്യം എന്നെ കാണാൻ കൊള്ളത്തില്ല, അപകർഷതാബോധത്തിന്റെ അങ്ങേയറ്റമായിരിക്കും, എന്റെ ജീവിതത്തിൽ എനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ല, ഒരു കഴിവുകളുമില്ല, ആരും എന്നെ സഹായിക്കാനില്ല, രാഷ്ട്രീയക്കാരെന്നെ സഹായിക്കുന്നില്ല, വീട്ടുകാരെനിക്ക് സഹായത്തിനില്ല, എനിക്കൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ പോലുമില്ല, ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നു, ഞാൻ ഭാഗ്യം കെട്ട ജീവിതമാണ്. എന്നാൽ നിന്റെ ഭാഗ്യം കെട്ട ജീവിതാവസ്ഥയെ കർത്താവിത വിശുദ്ധീകരിച്ച് ഭാഗ്യമുള്ളതാക്കി മാറ്റുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. നീ ആരുമില്ല എന്ന് വിചാരിക്കരുത്, കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് ചിന്തിക്കരുത്, കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും അത്ഭുതകരമായിട്ട് ഇടപെടണമേ കർത്താവേ, അങ്ങ് ഇടപെടണമേ. വിക്കനായ മോശയെ ഉയർത്തിയതുപോലെ, വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ ഉയർത്തിയതുപോലെ, നോഹയെ ഉയർത്തിയതുപോലെ, സാംസനെ ഉയർത്തിയതുപോലെ, ഇതാ സക്കറിയ പ്രവചനത്തെ പോലെ, ദാവീദിനെ ഉയർത്തിയതുപോലെ എന്റെ ജീവിതത്തെയും ഉയർത്തണമേ. കരങ്ങൾ ഉയർത്തി ഈശോയേ